രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ തിരക്കിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിശന്നാലും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഫുഡിന് കൊടുക്കാറില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അല്ലേ? രാവിലത്തെ ആഹാരം പ്രധാനമാണെന്ന് പല ആളുകൾക്കും അറിയാം. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജം മൊത്തം തീരുമാനിക്കുന്നത് ആ ഒരു രാവിലത്തെ ആഹാരമാണ്. അപ്പം മിക്കവാറും ആളുകൾ രാവിലെ സ്കിപ്പ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും രാവിലെ ആഹാരം കഴിക്കാത്തൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാണ് വർഷങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്കാണ്. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. കാരണം എനിക്ക് അസിഡിറ്റിയോ പ്രോബ്ലംസ് ഒന്നും വരാത്തത് കൊണ്ട് ആ ഒരു രീതിയിലാണ് വർഷങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രഭാത ഭക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആഹാരം കഴിക്കുന്ന അവരുടെ ഊർജ്ജത്തിന് ഇമ്പോർട്ടൻ്റ്. അവരുടെ ഊർജ്ജം കുറയുന്നുണ്ടെങ്കിൽ ആ രാവിലെ ആഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ഏത് ആഹാരമാണ് ഏറ്റവും നല്ലത്? ഇപ്പോൾ ഒരു 10 ഫുഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കോർ ഞാൻ പറയാം. ഇപ്പോൾ ഓരോ ആഹാരങ്ങൾ നോക്കുന്ന സമയത്ത് എത്ര മാർക്ക് ഇടാം, അത് എന്തുകൊണ്ടാണ് ആ മാർക്ക് ഇടുന്നതിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊറോട്ടയും ബീഫും ഞാൻ 2 മാർക്കേ കൊടുക്കുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ധാരാളം മൈദയുണ്ട്, എണ്ണയുണ്ട്, ട്രാൻസ് ഫാറ്റ് ഉണ്ട്, ധാരാളം കാലറി ഉണ്ട്. അതുപോലെ ബീഫ് ഫ്രൈ ആണെങ്കിൽ ഓയിലുണ്ട്, ഉപ്പുണ്ട്, ബ്ലഡ് ഷുഗർ സ്പൈക്ക് ആവും, വയറിൻ്റെ വണ്ണം കൂടും. അതുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു പൊറോട്ടയും ഒരു കൈപ്പിടിയിലൊടുങ്ങുന്ന ഒരു ബീഫും അതുപോലെ കുറച്ച് സാലഡും വല്ലപ്പോഴും കഴിക്കാം. അപ്പോൾ ഇതാണ് പൊറോട്ടയും ബീഫിൻ്റെയും മാർക്ക്. അപ്പോൾ പല ആഹാരങ്ങളും നിങ്ങൾ ഇങ്ങനെ മാർക്ക് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ മാർക്ക് കുറവ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ വല്ലപ്പോഴും ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു ടേസ്റ്റ് നമുക്ക് തോന്നുവാണ്, കൊതി തോന്നുവാണെങ്കിൽ ഇങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ, നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാസത്തിലൊരിക്കൽ, അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് കഴിക്കാവുന്നതാണ്. രണ്ടാമതായിട്ട് അപ്പവും വെജിറ്റബിൾ കറിയും ഒരു 7 മാർക്ക് കൊടുക്കാം. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ശരിക്കും റിഫൈൻഡ് റൈസാണ്, അല്ലേ? കാർബ്സാണ്. പക്ഷേ വെജിറ്റബിൾ കറിയിൽ എന്തുണ്ട്? ഫൈബറുണ്ട്. ഓയിൽ കുറച്ച് കുറയ്ക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നല്ലൊരു കോംബോ ആണ്. എത്ര അപ്പം കഴിക്കാം? ഒരു 2 അപ്പം. വെജിറ്റബിൾ കറി കഴിക്കാം ഒരു 1.5 കപ്പ്. വെയിറ്റ് ലോസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കഴിച്ചാലും മതി. അപ്പം 7 മാർക്കാണ് അപ്പവും അതുപോലെ വെജിറ്റബിൾ കറിക്കും കൊടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ആഹാരം അപ്പവും എഗ് കറിയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഒരു 7.5 മാർക്ക് കൊടുക്കാം. കാരണം എഗ്ഗിൽ എന്തുണ്ട്? പ്രോട്ടീനുണ്ട്. പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവുന്ന കുറയും, സാറ്റിറ്റി ഉണ്ടാവും. പിന്നെ ധാരാളം ഈ കറിക്കകത്ത് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ സ്കോർ കുറയും കേട്ടോ. ഇപ്പോൾ 2 അപ്പത്തിനൂടെ 2 മുട്ട കഴിക്കാം, അതിനൂടെ കുറച്ച് സാലഡ് കഴിച്ചാൽ ബെസ്റ്റ്. 8 മാർക്ക് വരെ കൊടുക്കാം. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പവും കടലയും. അപ്പവും കടലയും ഏകദേശം 7.5 മുതൽ 8 കൊടുക്കാം. ചിക്ക് പീസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രോട്ടീനുണ്ട്. അതുപോലെ ഷുഗറിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് എനർജി ഉണ്ടാവും, വിശപ്പ് പതുക്കെ വരുള്ളൂ. ഇപ്പോൾ 2 അപ്പത്തോടൊപ്പം ഒരു 1 അല്ലെങ്കിൽ 1.5 കപ്പോ നമുക്ക് കടല കഴിക്കാം. ഓക്കെ, അപ്പം അതും നല്ലൊരു മാർഗ്ഗമാണ്. അപ്പം നല്ല ഫുഡ് കുറച്ചെണ്ണം കിട്ടിയില്ലേ. ഇനി ദോശയും ചട്നിയും. ദോശയും ചട്നിയും ആണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 6.5 മാർക്ക് കൊടുക്കാം. കാരണം ഇത് കാർബാണ്. ചട്നി മാത്രമാണെങ്കിൽ അവിടെ പ്രോട്ടീൻ കുറവാണ്. കോക്കനട്ട് ചട്നിയാണ്, അവിടെ കാലറി കൂടാം. അപ്പം ഒരു മീഡിയം ദോശ വിത്ത് ചട്നി കഴിക്കുകയാണെങ്കിൽ അവിടെ പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത്രയും മാർക്ക് കൊടുക്കാൻ പറ്റും. അതിന് പകരം നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ അതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ആ പോയിൻറ്റ് ഒരെണ്ണം അവിടെ കൂടും. കാരണം പ്രോട്ടീൻ ഉള്ളപ്പോൾ ആഹാരത്തിന് സ്പൈക്ക് ഉണ്ടാകുന്ന കുറേ. ഇനി ദോശയും കടലയാണെങ്കിലോ അല്ലെങ്കിൽ ദോശയും സാമ്പാറാണെങ്കിൽ പോയിൻറ്റ് കുറച്ചുകൂടെ കൂടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 7 മാർക്കിൽ 8 മാർക്ക് കൊടുക്കാം. കാരണം നമുക്ക് പ്രോട്ടീൻ വരുമ്പോൾ അതൊരു ബാലൻസ്ഡ് മീലായിട്ട് മാറും. ഒരു ദോശയോടൊപ്പം ഒരു കപ്പ് കടല കഴിക്കുകയാണെങ്കിൽ അത് പ്രോട്ടീനായി, അല്ലേ? അപ്പോൾ അത് നല്ലതാണ്. ഇനി മസാല ദോശയാണെങ്കിലോ അതിന് 5 മാർക്കേ കൊടുക്കാൻ പറ്റൂ. കാരണം എന്താ? പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അത് എക്സ്ട്രാ കാർബോഹൈഡ്രേറ്റ് ആണ്. ഹോട്ടലിലാണെങ്കിൽ കുറച്ചുകൂടെ ഓയിലിടും, ബട്ടർ ഇടും. നല്ല ടേസ്റ്റൊക്കെയാണ്, എനിക്കും ഇഷ്ടമാണ്. വല്ലപ്പോഴേ കഴിക്കാറുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഫ്രണ്ട്ലി അല്ല. നമുക്ക് വളരെ കൊതി ഉണ്ടെങ്കിൽ ഒരു ദോശയൊക്കെ കഴിക്കാം, സാമ്പാർ ഒഴിക്കാം, വെജിറ്റബിൾസിൻ്റെ ഉള്ള ഫൈബറൊക്കെ കിട്ടും. ചട്നി കുറച്ച് ഉപയോഗിക്കുക, ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇഡ്ഡലി സാമ്പാറാണെങ്കിലോ, ഇഡ്ഡലി സാമ്പാറിന് 8 മാർക്ക് കൊടുക്കാം. കാരണം ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ലൈറ്റാണ്, സാമ്പാറിൻ്റെ അകത്ത് ഫൈബറുണ്ട്. പിന്നെ നമുക്ക് ദാലുണ്ട്, കാരണം പ്രോട്ടീനുണ്ട്. ഇപ്പോൾ ഡൈജഷന് അത് ഹെൽപ്പാണ്. ഇപ്പോൾ ഒരു 3 ഇഡ്ഡലി ഒരു 1.5 കപ്പ് സാമ്പാറും കഴിക്കാം. വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 ഇഡ്ഡലി ഒരു ഇഡ്ഡലി കഴിക്കാം. പക്ഷെ വീണ്ടും വിശക്കാനുള്ള സാധ്യത കൊണ്ടാണ് ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ ഒരുമിച്ച് കഴിക്കാം. അടുത്തതായിട്ട് ഉപ്പുമാവും പഴവും അല്ലെങ്കിൽ പുട്ടും പഴവും. ഇത് വളരെ കോമൺ ആയിട്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ മാർക്ക് എത്രയെന്നറിയോ? 5.5 മാർക്ക് കൊടുക്കാം. കാരണം ഉപ്പുമാ ഒരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. പുട്ടാണെങ്കിൽ മിക്കവാറും നമ്മൾ വെള്ളപ്പുട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ കാർബാണ്.
അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന പഴവും കാർബാണ്. ഇപ്പോൾ കാർബ് മാത്രമേ അവിടെ ഉള്ളൂ, പ്രോട്ടീൻ ഇല്ല. പ്രോട്ടീനും കൂടെ വന്നാലേ നമുക്ക് ഷുഗർ സ്പൈക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മുട്ട എപ്പോഴും ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കടലക്കറി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചിക്കൻ നമുക്ക് കറി വെച്ച് കഴിക്കുക. അതൊക്കെ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് രാവിലെ കഴിയുന്ന കാര്യമാണ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണെങ്കിൽ ഫൈബറുണ്ട്, ചപ്പാത്തി ഒരു കാർബാണ്, അവിടെ എന്തില്ല, പ്രോട്ടീൻ ഇല്ല. അപ്പം പ്രോട്ടീനും കൂടെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്, ഫൈബറും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ കാർബ് കഴിച്ചോളൂ, കുഴപ്പമില്ല. കാർബ് ലിമിറ്റ് ചെയ്യുക, പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, അതുപോലെ വെജിറ്റബിൾസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ചപ്പാത്തിയും എഗ് കറിയും നല്ലൊരു കോമ്പിനേഷനാണ്, 8 മാർക്ക് കൊടുക്കാൻ പറ്റും. കറി എണ്ണ കുറയ്ക്കുക, ചപ്പാത്തിയുടെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ചപ്പാത്തി അല്ലേ. ഇനി അഥവാ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 ചപ്പാത്തി, അതിനോടൊപ്പം 2 മുട്ട കഴിക്കുക, അല്ലെങ്കിൽ 3 മുട്ട കഴിക്കാം, കുറച്ച് സാലഡായിട്ട് കഴിക്കുക. വിശപ്പും പോവും, നിങ്ങൾക്ക് വെയിറ്റും കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ചപ്പാത്തിയും വെജ് കറി ആണെങ്കിലോ 7 മാർക്ക് കൊടുക്കാം, കാരണം അവിടെ എന്തില്ല, പ്രോട്ടീൻ ഇല്ല. നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാൻ മാർക്ക് ഇടുന്നതെന്ന്? ഓക്കെ, കാര്യം മനസ്സിലായി. അപ്പോൾ വെജ് കറി മാത്രമല്ല നമുക്ക് വേണ്ടത്, അതിനോടൊപ്പം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ ഓപ്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. പയർ പുഴുങ്ങിയതാവാം, പയർ മുളപ്പിച്ചതാവാം, കടല വറുത്തതാവാം, കടല വേവിച്ചതാവാം, അതുപോലെ മുട്ടയാവാം, ദാലാവാം. അങ്ങനെ പ്രോട്ടീൻ ഉൾപ്പെടുത്തുക, ചിക്കൻ എന്തെങ്കിലും ആഡ് ചെയ്യുക. ഇനി ഇടിയപ്പവും മുട്ടക്കറി ആണെങ്കിലോ എത്ര കൊടുക്കാം, ആലോചിച്ച് നോക്ക്. 7 കൊടുക്കാം. കാരണം ഇടിയപ്പം കാർബോഹൈഡ്രേറ്റ് ആണ്, മുട്ടയ്ക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്, അപ്പോൾ അത് ബാലൻസ്ഡായി. ഇപ്പോൾ 2 ഇടിയപ്പവും ഒരു 2 മുട്ടയും കഴിക്കും, അതിനോടൊപ്പം കുറച്ച് വെജിറ്റബിളും കഴിച്ചാൽ പെർഫെക്റ്റായി. 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി പത്തിരിയും ചിക്കൻ കറിയും മലബാറികളുടെയൊക്കെ ഫേവറേറ്റ് ആണ്, 6 മാർക്കേ ഉള്ളൂ. കാരണം പത്തിരി ഒരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഫൈബർ ഇല്ല. ചിക്കൻ പ്രോട്ടീനാണ്, പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അമിതമായി കഴിക്കും. കാരണം പത്തിരി വളരെ തിന്നാണ്, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. 2 പത്തിരി ഒന്ന് ഒഴിവാക്കി നമ്മൾ ഒരു 5 പത്തിരിയെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അഥവാ 2 പത്തിരിയെ കഴിക്കുന്ന ഒരു പോയിൻ്റൂടെ കൂടുതൽ കൊടുക്കാം. കുറച്ചുകൂടി ക്യാരറ്റും കുക്കുമ്പറും അതിനോടൊപ്പം കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് കൊടുക്കാൻ പറ്റും. പൂരി മസാല എത്ര മാർക്ക് കൊടുക്കാം? 2. ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, പക്ഷേ ഡീപ്പ് ഫ്രൈ ആണ്, ധാരാളം ഓയിലുണ്ട്, കാലറി ധാരാളം ഉണ്ട്, ഷുഗർ വളരെ സ്പൈക്ക് ഉണ്ടാവും, എണ്ണ ശരീരത്തിലോട്ട് പെട്ടെന്ന് വരും, കൊളസ്ട്രോൾ ഉണ്ടാവും. പറ്റുമെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഈ പൂരി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് കഴിച്ചിട്ടില്ല. കാരണം മാസത്തിൽ ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ഒഴിവാക്കുക. ഇനി വീറ്റ് പുട്ടും കടലയാണെങ്കിൽ നല്ല കോമ്പിനേഷനാണ്, 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്കൊക്കെ കൊടുക്കാം. അതുപോലെ വീറ്റ് പുട്ടിനോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചില ഇറച്ചിക്കറി കഴിക്കാറുണ്ട്, നല്ലതാണ്, പ്രോട്ടീൻ ഉണ്ട്, വീറ്റ് ഉണ്ട്, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോങ് ലാസ്റ്റിൽ ഒരു ഫുൾനെസ് കിട്ടും, കാരണം പ്രോട്ടീൻ ഉണ്ട്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ എന്തില്ല, ഫൈബറില്ല. അപ്പോൾ ഒരു കുക്കുംബറോ അല്ലെങ്കിൽ സാലഡോ കഴിക്കുന്നതല്ലാണ് ശരിക്കും ഒരു നല്ല ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ ആഹാരത്തിനോടൊപ്പം വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ് പറയുന്നത്. അത് പറ്റുമെങ്കിൽ ആ രീതി തന്നെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി പഴത്തിനോടൊപ്പം പുട്ട് കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനോടൊപ്പം മുട്ടയും കൂടെ നമുക്ക് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇപ്പോൾ വീറ്റ് പുട്ടോ അല്ലെങ്കിൽ റവ പുട്ടോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള റാഗി പുട്ടോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ അതിനോടൊപ്പം കഴിക്കുന്ന ഏത് സാധനമാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ റാഗി പുട്ടും ബനാന ആണെങ്കിലും ഞാനൊരു 7.5 മാർക്കേ കൊടുക്കുകയുള്ളൂ. കാരണം അവിടെ ഇത് തന്നെയാണ് പ്രശ്നം, എന്താണ്, അവിടെ പ്രോട്ടീൻ ഇല്ല. റാഗി എന്ന് പറയുമ്പോഴും അത് കാൽഷ്യം കൂടുതലാണ്, ബോണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്, ഫൈബർ അതിൻ്റെ അകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഒരു 1/2 മാർക്ക് എക്സ്ട്രാ കൊടുത്തത്, അല്ലേ, കുറച്ച് എക്സ്ട്രാ മാർക്ക് കൊടുത്തു. സ്ത്രീകൾക്കൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് റാഗി പുട്ട്. ബനാനയും കൂടെ ചേരുമ്പോൾ അത് കാർബ്സ് മാത്രമാണ്, അപ്പം ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ഡയബറ്റീസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യണം, വെയിറ്റ് കൂടുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. ഈ 2 കാര്യമാണ് പ്രധാനമായിട്ടും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അതിനെന്ത് കഴിക്കണം? നമ്മൾ ഒരു റാഗി പുട്ട് കഴിക്കാം, അതിനോടൊപ്പം വേണേൽ 1 പഴം കഴിച്ചോ, കുഴപ്പമില്ല, പക്ഷേ മുട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീനോ അതിനോടൊപ്പം ഉൾപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മാർക്കിടാൻ നിങ്ങൾ തന്നെ പഠിച്ചു. ഇപ്പോൾ എന്താണ് ഫുഡ് എന്നുള്ളതല്ല, അതിനോടൊപ്പം അതിനെ ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി അതിനോട് ചേർക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഷുഗർ സ്പൈക്ക് അമിതമാകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? പല ആൾക്കാരും ഓട്സൊക്കെ കഴിക്കാറുണ്ട്. ഓട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് എനിക്ക് 8 മാർക്കേ കൊടുക്കാൻ പറ്റൂ. ഫൈബർ ധാരാളമുണ്ട്, അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കാം. കൊളസ്ട്രോൾ കുറച്ചുകൂടെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദഹനം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്, ഷുഗർ സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് മിക്ക ആളുകളും വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്വിക്ക് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനവും ഞാൻ നല്ല ഫുഡായിട്ട് പറയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. മിക്കവാറും നമ്മൾ ഇതിനോടൊപ്പം കഴിക്കുന്നത് പാലും പഞ്ചസാരയും തേനൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ വീണ്ടും കാലറി കൂടും, പ്രോട്ടീനും ഇവിടെ ഇല്ല.
അപ്പോൾ അതുകൊണ്ട് പിന്നെയും വീണ്ടും വിശക്കും, പെട്ടെന്ന് വിശക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ മാർക്ക് അതിന് കുറച്ച് കൊടുത്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ മനസ്സിലായി. ഓട്സ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, സ്റ്റീൽ കട്ട് ഓട്സ് കഴിക്കുന്നതാണ് നല്ലത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഏത് ഓട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പ്ലെയിൻ ഓട്ടാണെങ്കിലുള്ള പ്രശ്നം നമുക്ക് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു ആഹാരം കഞ്ഞി, അതായത് തലേന്നത്തെ ആ ചോറൊക്കെ എടുത്ത് വെച്ച് നമ്മളൊരു കഞ്ഞി കുടിക്കുകയാണെങ്കിലോ, ഇത് ശരിക്കും ഒരു ലൈറ്റ് ആഹാരമാണ്, വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും, വയറിന് നല്ലതാണ്, ഒരു ട്രഡീഷണൽ ഫുഡാണ്. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ 7 മാർക്ക് അതിന് കൊടുക്കുകയുള്ളൂ. പ്രോട്ടീൻ ഇല്ല. അപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാം, പക്ഷേ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ അമിതമാകാതിരിക്കുക നോക്കുക. പെട്ടെന്ന് നമുക്ക് വിശക്കും. പഴങ്കഞ്ഞി കുടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് വിശക്കും. അപ്പോൾ നമ്മൾ പ്രോട്ടീനും കൂടെ ഇതിനോട് ഉൾപ്പെടുത്തുക, കുറച്ച് തോരനും കൂടെ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫിഷ് നല്ലതാണ്, പയർ നല്ലതാണ്, ഉപ്പ് അമിതമായിട്ട് ഇടരുത്. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 8 മാർക്ക് അല്ലെങ്കിൽ 9 മാർക്ക് വരെ കൊടുക്കാം. അപ്പോൾ കഞ്ഞി മാത്രം ഒരു വീക്ക് മീലാണെന്ന് പറയാം, പക്ഷേ പ്രോട്ടീനോടെ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു പവർഫുൾ മീലായിട്ട് മാറും. അപ്പോൾ അതും നല്ലൊരു ഫേവറേറ്റ് ഫുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞ ഒരു കാര്യം മനസ്സിലായി. ഞാൻ മാർക്ക് മാത്രം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് ഡോക്ടർ പറഞ്ഞ അഭിപ്രായമാണെന്ന് വെച്ചാൽ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് തന്നെ ഇനി സെലക്ട് ചെയ്യാം. ഞാനായിട്ട് ഇനിയിപ്പം പറയാത്ത ചില ആഹാരങ്ങളുണ്ടാവും, അതൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റും അത് നല്ല ആഹാരമാണോ അത് മോശം ആഹാരമാണോ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കും.